പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വൈകാറായ സമയത്ത് ദൈവസന്നിധിയിൽ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഞാനെന്നെ നൽകിടുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെയൊന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ, ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണമായി നിലനിന്നിടാൻ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിൻ്റേതല്ലേ. പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥ. നിൻ ജീവൻ നൽകിയതാൽ ഞാനെന്നും നിൻ്റേതല്ലേ. പിന്മാറിപ്പോയിടുവാൻ ഇടയാകല്ലേ നാഥ. നിന്റെ രക്ഷയെ വർണ്ണിക്കുവാൻ നിൻ ശക്തിയാൽ നിറച്ചിടുക. വചനത്താൽ നിലനിന്നിടാൻ നാഥ നിൻ വരവിൻ വരെ. നിന്നോടു ചേർന്നിടുവാൻ എന്നെയൊരുക്കിയിടുക. ഞാനെന്നെ നൽകിടുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോൽ എന്നെയൊന്നു നീ പണിയേണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ, ജീവൻ പോകുവോളം അങ്ങയോടു ചേർന്നു നിൽപ്പാൻ. ജീവൻ പോകുവോളം അങ്ങയോടു ചേർന്നു നിൽപ്പാൻ. ജീവൻ പോകുവോളം അങ്ങയോടു ചേർന്നു നിൽപ്പാൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെയൊക്കെയായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിൻ്റെ മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയോസിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികളിൽ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചതെന്തെന്നാൽ, ദാരിയാവേശ് രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ
അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയണം എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധന കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിൻ്റെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവ് മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധകൽപ്പനയും എഴുതി വച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ട ഉടനെ അവർ സന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ വിരോധകൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവ് 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവന്മാരോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം അക്കാര്യം ഉറപ്പു തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ രാജാവെ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയോടാകട്ടെ കൊണ്ട് എഴുതി വെച്ച വിരോധകൽപ്പനയ്ക്കാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് എന്ന് രാജാവെ ഉറപ്പിക്കുന്ന ഒരു വിരോധകൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാഴ്സികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെക്കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് നർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേട് പറ്റിയതായി കണ്ടില്ല. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിൽ വസിക്കുന്ന സകല അംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്തെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു.
എന്നാൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആറാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പം രാജാവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്ന ദാനിയേലിനെ അവന് ദൈവം ഉയർച്ച കൊടുത്തു. അവൻ്റെ സ്ഥാനങ്ങളിലൊക്കെയും തിരഞ്ഞെടുത്ത മറ്റ് രണ്ടുപേരെക്കാളും ദാനിയേൽ ഉത്കൃഷ്ടദാസനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവന് സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പം അവൻ ഉത്കൃഷ്ട മാനസനായി ഇരുന്നതുകൊണ്ട് അവനെ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. അങ്ങനെ അതുകൊണ്ടാണ് സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാനായിട്ട് രാജാവ് തീരുമാനിച്ചത്. അങ്ങനെ അവന് ഇത്രയും നല്ല ഉയർച്ച രാജാവ് കൊടുത്തപ്പോൾ മറ്റ് പുരുഷന്മാർക്ക് അവനോട് വിരോധം തോന്നി. അങ്ങനെ അവരവനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയപ്പോൾ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. അങ്ങനെ ആ പുരുഷന്മാർ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞ് അവനെ അതിൽ കൊടുക്കുവാനായിട്ട് നോക്കി. അവൻ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ട് അതിൽ കൊടുക്കുവാനായിട്ടാണ് ഈ പുരുഷന്മാർ നോക്കിയത്. അങ്ങനെയാണ് അവർ രാജാവിൻ്റെ അടുത്ത് വന്ന് രേഖ എഴുതുവാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം രാജാവിനോടല്ലാതെ മറ്റുള്ള ഒരു ദേവന്മാരോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്നവനെയൊക്കെയും സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയണം എന്നൊരു രേഖ എഴുതണമെന്ന് പറഞ്ഞ് വിരോധ കൽപ്പന എഴുതി വെച്ചു. രാജാവിനെ കൊണ്ട് എഴുതിപ്പിച്ചു. അങ്ങനെ അത് ദാനിയേൽ അറിഞ്ഞപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചവൻ സ്തോത്രം ചെയ്തു. സ്തോത്രം. അങ്ങനെ മുമ്പേ ദാനിയേലിൻ്റെ എതിരായിട്ട് രേഖ എഴുതിയെന്ന് അവൻ അറിഞ്ഞപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ അവൻ മുമ്പേ ചെയ്തു പോന്നതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതിനുശേഷം വരെ പറഞ്ഞ പ്രകാരം രാജാവിന് മനസ്സില്ലായിരുന്നു. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിടുന്നപ്പോൾ രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധകൽപ്പനയോ നിയമം മാറ്റിക്കൂടാ എന്ന് മേത്യരുടെയും പാഴ്സികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണമെന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവ് ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയാനായിട്ട് തീരുമാനിച്ചു. അവൻ അന്ന് രാത്രി മുഴുവൻ ഉപവസിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. അവൻ ഉറങ്ങിയില്ല. അത് രാവിലെ എഴുന്നേറ്റ് ഗുഹയുടെ അരികിൽ ദാനിയേലിനെ വളരെ ദുഃഖത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പോൾ 21-ാമത്തെ വാക്യം ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവിടെ വായ അടച്ചു കളഞ്ഞു. സ്തോത്രം. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ,
തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സ്തോത്രം കുറ്റമില്ലാത്തവനാണ്. അതുപോലെ രാജാവിൻ്റെ സന്നിധിയിലും രാജാവിൻ്റെ തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് നർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. രാജാവ് പിന്നീട് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയതെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. സ്തോത്രം. ദാനിയേലിനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് രാജാവ് പറഞ്ഞത്. അപ്പോൾ സർവശക്തനായ ദൈവത്തെ, ജീവനുള്ള ദൈവത്തിൻ്റെ ഭക്തനായ ദാനിയേലിനെ ദൈവം വിടുവിച്ചു എന്ന് കണ്ടപ്പോൾ രാജാവ് തീർപ്പ് കൽപ്പിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സകല വംശക്കാരും അവിടെ വസിക്കുന്ന എല്ലാ ഭാഷക്കാരോടും പറയുകയാണ്, നിങ്ങൾ ദാനിയേലിൻ്റെ ദൈവത്തെ ഭയഭക്തിയോടെ സ്തോത്രം ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് തീർപ്പ് കൽപ്പിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. സ്തോത്രം. സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചു. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. സ്തോത്രം. തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ദൈവം, വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഏത് പ്രതിസന്ധിയിലും കർത്താവ് വിടുവിക്കുമെന്ന് ഈ ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ, ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് ഇടപെട്ടതിനായി സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ ജീവനുള്ള ദൈവമാണ്, എന്നേക്കും നിലനിൽക്കുന്നവനാണ്. അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രതികൂലങ്ങളിൽ നമ്മളെ വിടുവിക്കും, പ്രയാസങ്ങളിൽ നമ്മളെ വിടുവിക്കും. ഏത് പ്രതിസന്ധി, ശത്രു എത്ര പ്രതിസന്ധി കൊണ്ടുവന്നാലും തൻ്റെ ഭക്തന്മാരെ അവൻ ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവിന് മഹത്വം. ഈ തിരുവചനത്തിൽ കൂടി ദൈവം പിന്നെയും നമ്മളെ ഉറപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുകൂടി വർദ്ധിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേൽ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനായിരുന്നു. അവൻ രാജാവിൻ്റെ സന്നിധിയിലും ദോഷം ചെയ്യാത്തവനായിരുന്നു. അവൻ ഭക്തിയോട് ദൈവഭക്തനായിരുന്നു. വിഷയങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, അവന് ശത്രുക്കൾ രേഖ എഴുതിയപ്പോൾ, അവൻ്റെ ശത്രുക്കൾ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയപ്പോൾ അവനവർക്ക് നേരെ ഒന്നും മിണ്ടാതെ അവനെന്നും ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവ് അവനെ വിടുവിച്ചു. സ്തോത്രം. തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അവനെ അടച്ചു കളഞ്ഞു. പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നമ്മളെ വിടുവിക്കുന്ന ദൈവം ജീവിക്കുന്നു. സ്തോത്രം. രോഗങ്ങൾ വന്നാൽ നമുക്ക് ദൈവം സൗഖ്യം തരും, നീക്കുപോക്ക് തരുന്ന ദൈവമാണ്.
എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സ്തോത്രം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അനർത്ഥങ്ങൾ സംഖ്യയില്ലാത്ത പോലെ അനർത്ഥമുണ്ടാകും. അവയെല്ലാത്തിൽ നിന്നും യഹോവയായ ദൈവം നമ്മളെ വിടുവിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വൈകാറായ സമയത്ത് നമ്മളെ കേൾപ്പിച്ച ദൈവജനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹത്വം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമനമായി താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദൈവജനത്തിൽ കൂടി സ്തോത്രം. കർത്താവ് നമ്മളെ പിന്നെയും ഹല്ലേലൂയ അവൻ്റെ വിശ്വാസത്തെ പിന്നെയും വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാം, കർത്താവിൻ്റെ സന്നിധി ഭയഭക്തിയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പിന്നെ ഉറച്ചു വിശ്വസിക്കാൻ ദൈവമിടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ചെയ്ത സകല നന്മകൾക്കായി സകല ഉപകാരത്തിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചെയ്ത സകല നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്നു. ഈ വൈകാറായ സമയത്ത് കർത്താവ് സൗഖ്യം ചെയ്യട്ടെ. അല്ലെങ്കിൽ ഭാരങ്ങളും പ്രയാസത്തോടെ ആയിരിക്കും, പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, അവരെ സഹായിക്കട്ടെ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിനെ വാസ്തവമായും രുചിച്ചറിയാത്ത പ്രിയപ്പെട്ട ഇന്ന് ഈ വചനത്തിൽ കൂടി കർത്താവ് സ്നേഹം വിടുവിക്കുന്ന ദൈവമാണെന്നും അവൻ്റെ സ്നേഹം ഹല്ലേലൂയ നിർവ്യാജ സ്നേഹമാണെന്നും അവൻ ഹല്ലേലൂയ അവൻ്റെ ഭക്തന്മാരെ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എപ്പോഴും സമീപസ്ഥനായ ദൈവമാണെന്നും പിന്നെ ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആരെയും സ്തോത്രം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ നല്ല കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വന്തം കർത്താവായി സ്വീകരിക്കാൻ കർത്താവിടയാക്കട്ടെ. സ്തോത്രം. ഈ ജീവനുള്ള ദൈവത്തിൽ ആശ്രമിക്കാൻ അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അല്ലേലും നിത്യജീവൻ അവകാശികളായി തീരുവാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുവചന പ്രകാരം ഓരോ ദിവസം മുന്നേറുവാനും ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ അതിനു വേണ്ടി ഒരുങ്ങുവാൻ ഓരോ ദിവസവും കർത്താവ് നമ്മളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അവനെന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ഹല്ലേലൂയ സർവ്വതും നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നന്ദിയോടെ ദാനിയേലിൻ്റെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ തിരുവചനത്തിനായി സ്തുതിക്കുന്നു. നമ്മളെ കേൾപ്പിച്ച ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തി പരമേൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമാനമാത്ത യേശു കർത്താവിന് മാത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിന് പിതാവേ. ആമേൻ. ആമേൻ. സ്തോത്രം.